പ്രോഗ്രാം നമ്പർ 51. ഓ രാജഗോപാൽ, ബാലമ്മാമ എന്ന അത്ഭുതം. ഇടയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു ഞാൻ വേങ്ങരയിലുള്ള ബാലമ്മാമയുടെ വീട്ടിൽ. പക്ഷേ ബാലമ്മാമയെ കാണുകയും സംസാരിക്കുകയും വേണമെങ്കിൽ രാവിലെ 8:15 ശേഷമേ സാധിക്കൂ. കാരണം രാത്രി 2 മണിക്കും 3 മണിക്കും ഉറങ്ങാൻ പോകുന്ന വ്യക്തിക്ക് അതിലും നേരത്തെ ഉണരാൻ കഴിയുമോ? എൻ്റെ വീടായ പരപ്പനങ്ങാടിയിൽ നിന്നും 7 കിലോമീറ്റർ ഉണ്ടായിരുന്നു വേങ്ങരയിലേക്ക്. പക്ഷേ വേങ്ങരക്കാരുടെ റെയിൽവേ സ്റ്റേഷനും കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാം പരപ്പനങ്ങാടിയിലാണ്. രാവിലെ ഒരു 8-8:30 മണിയായാൽ വേങ്ങരയിൽ നിന്ന് ധനികരായ ആജിയാർമാർ കേസുകെട്ടുകളുമായി ധൃതിയിൽ ഓടുന്നത് കാണാം. ഓരോരുത്തർക്കും ഓരോ വക്കീൽമാരാണല്ലോ. ഞങ്ങളുടെ അയൽവാസി കൂടിയായ പരശുരാമയ്യനായിരുന്നു പരപ്പനങ്ങാടിയിലെ ഏറ്റവും പ്രഗത്ഭനായ വക്കീൽ. അദ്ദേഹത്തിൻ്റെ സി രാജഗോപാലമേനോൻ എന്ന പ്രഗത്ഭനായ ഒരു ഗുമസ്തനുമുണ്ടായിരുന്നു, വീടിനേക്കാൾ വലിയ പഠിപ്പുര പോലെ. ഒരിക്കൽ ഞാനും പരശുരാമയ്യരുടെ ജ്യേഷ്ഠപുത്രനായ ചക്രപാണിയും ആ മുറിയിലിരിക്കെ കണ്ട രംഗം ഇപ്പോഴും മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ല. വേങ്ങരയിൽ നിന്ന് വന്ന അതീവ ധനികനായ ഒരു ഹാജിയാർ ഒരു നൂറ്റാണ്ടു മുമ്പുള്ള പഴകി ദ്രവിച്ച ആധാരങ്ങളുമായി ആദ്യം ഗുമസ്തൻ മേനോനെ കാണിച്ചു. മേന്നെ, ഈ കേസ് ഇപ്പോൾ തന്നെ വക്കീലിനെ കൊണ്ട് ജയിപ്പിച്ചു തരണമെന്ന് പറഞ്ഞ് ഹാജിയാർ കലിതുള്ളുകയായിരുന്നു. ഗുമസ്തൻ മേനോൻ ആ രേഖകളൊക്കെ നന്നായി നോക്കുന്നതായി നടിച്ചു. എന്നിട്ട് ഹാജിയാരെ വിളിച്ചു. ഹാജിയാരെ, നിങ്ങളുടെ വീട്ടിൽ പഴയ ഇരുമ്പ് പെട്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും പഴയ പെട്ടിയിൽ ഈ രേഖകൾ ഏറ്റവും അടിയിൽ വയ്ക്കുക. ഇനി ആ പെട്ടി ഒരിക്കലും തുറക്കുകയും പാടില്ല. എന്നിട്ട് മേനോൻ ഒരു ചിരി ചിരിച്ചു. ഏതോ വീരപാണ്ഡ്യ കട്ടബൊമ്മനെ പോലെ വക്കീൽ മുറിയിലേക്ക് കയറിയൊന്ന ആജിയാർ ഒരു നിർജീവ രൂപം പോലെ അനന്തതയിലേക്ക് മടങ്ങുന്നത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ഇവിടെ കുറ്റിപ്പുറത്ത് ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ടയലത്താണ് കേരളത്തിന്റെ കവികുല ഗുരു എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ തറവാട്. പൊന്നാനിയിലെ പ്രശസ്തനായ വക്കീൽ രാമൻ മേനോന്റെ ഗുമസ്തനായിരുന്നു അദ്ദേഹം. അസാധാരണ ആർദ്രതയുള്ള മനുഷ്യസ്നേഹി. മിക്ക കേസുകളും കഴിയുന്നതും വേഗത്തിൽ കക്ഷികളെ വിളിച്ച് പഞ്ചായത്താക്കിയിരുന്നു അദ്ദേഹം. അതേസമയം ബുദ്ധിജീവികളുടെ ഇടയിൽ അദ്ദേഹത്തിന് അസാധാരണമായ കമാൻഡിംഗ് പവർ, തലപ്പൊക്കം ഉണ്ടായിരുന്നു. ലോകപ്രശസ്ത ചരിത്രകാരനും എന്റെ ഗുരുനാഥനും കഴിഞ്ഞ ദിവസം മരിച്ചുപോയ മഹാനായ MGS നാരായണനെ എടാ നാരായണ എന്ന് വിളിക്കുന്നത് ഞാൻ നേരിൽ കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. 1973 തുപ്രങ്ങോട് വെച്ച് നടന്ന മാരാർ സിംബോസിൽ വെച്ചായിരുന്നു അത്. തെക്കൻ പ്രദേശങ്ങളിൽ ഇപ്പോഴും വക്കീൽമാർക്കാണ് തലപ്പൊക്കം എന്നാണ് കേട്ടിട്ടുള്ളത്. EM കോവൂർ എന്ന പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം വക്കീൽ മാത്രമല്ല ജഡ്ജിയുമായിരുന്നു. പക്ഷേ വളരെ കുറച്ചേ എഴുതിയിട്ടുള്ളൂ. അണിപുരാണം, കാട്, മലകൾ, കുന്നുകൾ, കൊടുമുടികൾ എന്നീ കൂട്ടം തെറ്റി മേയുന്ന മേഖലകളിലെ ആളുകളുടെ പറ്റിയുള്ള നോവലുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ മേഖലകളിലാകട്ടെ വേറെ ആരും അങ്ങനെ കൈവച്ചിട്ടില്ല താനും. അതാണ് EM കോവൂരിന് മലയാള സാഹിത്യത്തിലുള്ള സ്ഥാനം. അദ്ദേഹത്തിൻ്റെ എല്ലാ നോവലുകളെയും ഞാൻ സ്പർശിക്കുന്നില്ല. കൊടുമുടികൾ എന്ന നോവലിലെ ഒരു ചെറു രംഗം മാത്രം പറയുന്നു. എനിക്ക് ആ രംഗം എൻ്റെ മനസ്സിൽ നിന്ന് തീരെ വിട്ടുപോകുന്നില്ല. തെക്കൻ പ്രദേശങ്ങളിൽ മിക്കവർക്കും ഓരോ ഗോഡ് ഫാദർ ഉണ്ടായിരിക്കും. ഇട്ടിച്ചാണ്ടി വക്കീൽ എന്ന പ്രശസ്ത വക്കീലിൻ്റെ അടുക്കൽ തെക്കൻ പ്രദേശത്തിലെ ഒരു മാടമ്പി വരികയാണ്. വന്നയുടനെ അയാൾ ചോദിക്കുകയാണ്, ഇന്ന് എൻ്റെ കേസിൻ്റെ ദിവസമാണ്, എൻ്റെ കേസ് ഒന്നാമതായി തന്നെ എടുത്തില്ലേ? മള്ളൂർ ഗോവിന്ദപിള്ളിയും മറ്റും ഞങ്ങളുടെ കേസ് എടുത്തിട്ടേ മറ്റു കേസുകൾ തൊടാറുള്ളൂ, അറിയില്ലേ? ഞങ്ങൾ 8 വീട്ടിൽ പിള്ളമാരുമായി ബന്ധമുള്ളവരാണ്. അയാൾ അങ്ങനെ മാടമ്പിത്തരം വിളമ്പിക്കൊണ്ടേയിരുന്നു. നമ്മൾ ഇട്ടിച്ചാണ്ടി വക്കീൽ ഇതൊക്കെ ഏതാനും നിമിഷങ്ങൾ കേട്ടിരുന്നു. എന്നിട്ട് തൻ്റെ അസിസ്റ്റന്റ് വക്കീലായ ജെയിംസിനെ വിളിച്ചു. ജെയിംസേ, ഇയാളുടെ കേസ് കെട്ട് എവിടെ? ജെയിംസ് ഭവ്യതയോടെ ആ കേസ് കെട്ട് ഇട്ടിച്ചാണ്ടി വക്കീലിൻ്റെ കയ്യിൽ കൊടുത്തു. നന്നായി ഒന്ന് മുറുക്കിത്തുപ്പിയ ശേഷം ഇട്ടിച്ചാണ്ടി വക്കീൽ ആ കേസ് കെട്ടുമായി താഴേക്ക് റോഡിലേക്ക് ഇറങ്ങി. എന്നിട്ട് ആ കെട്ട് മുഴുവൻ നിരത്തിലേക്ക് വലിച്ചൊരൊറ്റ കയറ്. ദാ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറഞ്ഞ്. അല്പം ഈഗോ കലർന്നിട്ടുണ്ടെങ്കിലും ഈ രംഗം എൻ്റെ ഓർമ്മയുടെ ഓളപ്പാളുകളിൽ ഒളിമങ്ങാതെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത്തരം കഥാപാത്രങ്ങൾ കാഞ്ഞിരപ്പള്ളി പ്രദേശത്ത് ഏറെയുണ്ട്. ആരെയും പേടിക്കാത്ത ചുണക്കുട്ടികൾ ഇത്തരമൊരു കഥാപാത്രത്തെ ധാരാളം ഉണ്ട്. ആരെയും പേടിക്കാത്ത ചുണക്കുട്ടികൾ. ഇത്തരമൊരു കഥാപാത്രത്തെ കേന്ദ്രമാക്കി പ്രശസ്തനായ സംവിധായകൻ പത്മരാജൻ കൂടെ വിടേ
എന്നൊരു പടം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഒരു മമ്മൂട്ടി പടമാണത്. ONV എഴുതിയ മനോഹരമായ ഒരു ഗാനവും അതിലുണ്ട്. അതാർക്കും മറക്കാൻ കഴിയില്ല കേട്ടവർക്കൊന്നും. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ, അങ്ങനെ ഒരു പാട്ടുണ്ട്. നല്ല ഒരു കവിതയാണത്. യാദൃച്ഛികമായി പറയട്ടെ, ഇക്കഴിഞ്ഞ മാസം പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ ഏറ്റവും ഉടനെ കയ്യും കാലും കെട്ടി ഇന്ത്യയിലേക്ക് എത്തിച്ച കുറേ ഇന്ത്യക്കാരിൽ ഇവർ ഏറെയുണ്ടത്രേ. ഒരു ഔദ്യോഗിക രേഖയുമില്ലാതെ ഇവർ ഏതൊക്കെയോ രാജ്യങ്ങളിലൂടെ മെക്സിക്കോവിലെത്തി അവിടെ നിന്ന് അമേരിക്കയിലേക്ക് കളവായി എത്തിയവരാണത്രേ. അമേരിക്കൻ CIA-യും ട്രംപിനെയും അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. ഞാൻ എൻ്റെ ബാലമാമയെ പറ്റിയാണല്ലോ പറഞ്ഞാണല്ലോ ഈ ലേഖനം തുടങ്ങിയത്. എൻ്റെ ബാലമാമ ഈ പറഞ്ഞ എല്ലാവരേക്കാൾ ഒരുപടി മുകളിലായിരുന്നു. അദ്ദേഹം ഏത് പ്രശ്നത്തിൽ ഇടപെട്ടാലും അതെല്ലാം ഐസ് കട്ട പോലെ അലിയുമായിരുന്നു. ഏത് അടിപിടിയും കത്തിക്കുത്തും ഒന്നും ബാലമാമയ്ക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഒരു ഈർക്കിൽ കഷ്ണം പോലും കയ്യിൽ വയ്ക്കാതെ ബാലമാമ അതൊക്കെ തീർക്കുമായിരുന്നു. കേവലം ഒരു LP സ്കൂൾ മാസ്റ്റർ മാത്രമായ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ അനിഷേധ്യനായിരുന്നു. കടലിലെ മത്സ്യം പോലെയായിരുന്നു. ബാലമാമയെപ്പറ്റി 1000 കഥകളുണ്ട്. ഞാൻ കൂടി ഉൾപ്പെട്ട ഒരു സംഭവം മാത്രം പറയുന്നു. ഏത് വളഞ്ഞു കിടക്കുന്ന രേഖയെയും നേർരേഖയാക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. രാവിലെ ബാലമാമ അല്പം നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെടും. ആ നടത്തത്തിനിടയിൽ വഴിയിലുള്ള എല്ലാ ജാതി മതസ്ഥരുടെ വീടുകളിലും അദ്ദേഹം ചെന്ന് കയറി അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവിടുത്തെ ഒരാളായി മാറി കാര്യങ്ങളെല്ലാം ഭംഗിയാക്കാനും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൊടിയിടയിൽ തീർക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഏത് വീട്ടിൽ ചെന്നാലും ഏത് ഭക്ഷണവും കഴിക്കാനും അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും പുറത്തു തട്ടി ഒന്ന് മടങ്ങും. ചില മുസ്ലിം കല്യാണ വീടുകളാണെങ്കിൽ ഇങ്ങനൊരു കമൻറ്റ് കൂടി ചിലപ്പോൾ കേട്ടേക്കാം. എടാ ബാപ്പുട്ടി, നീ ബിരിയാണിയിൽ വല്ലാതെ ഉപ്പ് ചേർക്കുന്നുണ്ട്, വേറെക്കാരുടെ BP കൂട്ടുന്നത് നീയാണ്, അത് മറക്കരുത്. അദ്ദേഹം അങ്ങനെ നടക്കും. ഈ സ്നേഹപ്രവർത്തനങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. ചില സ്കൂൾ വെക്കേഷനുകളിൽ ഞാൻ എൻ്റെ ചെറിയമ്മയുടെ വീട്ടിൽ പോകുമ്പോഴാണ് ബാലമാമയുടെ വീട്ടിൽ പോവുക. അന്ന് ഞാൻ അവിടെ എത്തിയപ്പോൾ ബാലമാമ വീട്ടിലെല്ലാവരെയും കൂട്ടി അല്പം ദൂരെയുള്ളൊരു കല്യാണ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ആ നടത്തത്തിൽ ഞാനും കൂടി, ഒരു ജാഥ പോലെ. ഞാനൊരു തിന്നാവും തീറ്റിക്കൊതിയനും മറ്റുമായതിനാൽ കല്യാണ സദ്യയിലെ പായസവും മറ്റും സ്വപ്നം കണ്ടുകൊണ്ട് ആ ജാഥയിൽ കൂടി. ആ നടത്തത്തെപ്പറ്റി എത്ര പറഞ്ഞാലും തീരില്ല. പാടവും പറമ്പും കയറിയാണ് യാത്ര. താഴെ മനോഹരമായ പനമ്പുഴ അങ്ങനെ 1000 പാദസരങ്ങളും കിലുക്കിക്കൊണ്ട് ഒഴുകുന്നു. കൊതിയാകും ആ ശബ്ദം കേൾക്കുമ്പോൾ. ദൂരെ ദൂരെ കൊച്ചു കുന്നുകൾ, വലിയോറ, കണ്ണമംഗലം എന്നീ കൊച്ചു ഗ്രാമങ്ങൾ. കണ്ണടയ്ക്കാൻ തോന്നില്ല. ഏതോ സിനിമയിൽ കവി യൂസഫലി കേച്ചേരിയുടെ ആ വരികളാണ് എനിക്കപ്പോൾ ഓർമ്മ വരാറ്. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം വീണമീട്ടി നിന്നതോ, ഈശ്വരന്റെ കൈകളിൽ അഴകെഴുന്നതൊക്കെയും ഇവിടെ വന്നു ചേർന്നു നിൻപ്രയോ. സ്വർഗം താണിറങ്ങി വന്നതോ. ഹിന്ദു കല്യാണമായതിനാൽ മുഹൂർത്തത്തിന് അല്പം മുമ്പ് മാത്രമാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ മധുരസർവത്തും മറ്റും കഴിച്ച് കുട്ടികളൊത്ത് കളിക്കാൻ തുടങ്ങി. കല്യാണ മുഹൂർത്തം 11:30 ആ സമയവും കഴിഞ്ഞ് 12 മണിയും കഴിഞ്ഞ് 1 മണിയായിട്ടും വരനും പാർട്ടിയും വന്നില്ല. വധുവായ അമ്മിണിക്കുട്ടി നാണം കെട്ട് തൂങ്ങിച്ചാവുമെന്നും വിഷം കുടിക്കുമെന്നും ഒക്കെ പറഞ്ഞു തുടങ്ങി. സംഭീതമായ അന്തരീക്ഷത്തിലേക്ക് ബാലമാമ അങ്ങോട്ട് കടന്നു ചെന്ന് അമ്മിണിക്കുട്ടിയെ തലോടിക്കൊണ്ട് പറഞ്ഞു, എടി മോളെ, നീ എന്തിനാടി വിഷമിക്കുന്നത്? ഞങ്ങളൊക്കെ എവിടെ ഇല്ലേ? നിന്റെ കല്യാണം ഈ പന്തലിൽ വെച്ച് വേണ്ട മുഹൂർത്തത്തിൻ്റെ നടക്കും. നോക്കൂ, പറയുന്നത് ഈ ബാലമാമയാണ്. അതേവരെ കണ്ട ബാലമാമയായിരുന്നില്ല പിന്നെ കണ്ടത്. പെട്ടെന്ന് ബാലമാമ സീനിയറായ ആൾക്കാരെ എല്ലാവരെയും വിളിച്ച് ഒന്ന് വട്ടം കൂട്ടി. എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് എല്ലാവരോടുമായി പറഞ്ഞു. ഈ നിൽക്കുന്ന കുട്ടി എൻ്റെ മൂത്ത മകൻ വിവേകാനന്ദനാണ്. അവൻ 9ൽ പഠിക്കുന്നു, വയസ്സ് 12. അടുത്ത് നിൽക്കുന്നത് ഇളയവൻ പ്രദീപ്, അവന് വയസ്സ് 10. അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്നെ ചൂണ്ടിയാണ്. എന്നെ ചൂണ്ടി പറഞ്ഞു. അടുത്ത് നിൽക്കുന്നത് എൻ്റെ കസിൻ അപ്പേട്ടൻ്റെ മകൻ രാജനാണ്,
അവൻ 9ൽ പഠിക്കുന്നു, വയസ്സ് 12. ഇവരെ ആരെയും അമ്മുകുട്ടിക്ക് വരന്മാരായി പറ്റില്ല. അത് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമായിരുന്നു. മൂത്ത നല്ല ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടല്ലോ. അമ്മിണിക്കുട്ടിയേക്കാൾ ഒരു വയസ്സെങ്കിലും മൂത്ത എത്ര ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. അവരാരെങ്കിലും മുന്നോട്ട് വരട്ടെ, ഞങ്ങൾ എല്ലാ പിന്തുണയും നൽകാം, ഉറപ്പ് നൽകുന്നു. ഇത് കേട്ടതും ചെറുപ്പക്കാർ ബൈക്കും ജീപ്പുമായി ഓടാൻ തുടങ്ങി. അരമണിക്കൂറിനുള്ളിൽ കക്കാട് എന്ന സ്ഥലത്ത് നിന്ന് മാനുക്കുട്ടൻ എന്ന സുന്ദരനായ ചെറുപ്പക്കാരനെയും കണ്ണമംഗലത്ത് നിന്ന് ശങ്കരൻകുട്ടി എന്ന അധ്വാനിയായ ചെറുപ്പക്കാരനെയും അമ്മിണിക്കുട്ടിയുടെ വരന്മാരായി കൊണ്ടുവന്നു. ഉടൻ തന്നെ ബാലമ്മാമ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ടാക്സി വരുത്തി ഈ 2 ചെറുപ്പക്കാരുടെയും രക്ഷിതാക്കളെ സ്ഥലത്തെത്തിച്ചു. അമ്മിണിക്കുട്ടിയുമായി സംസാരിച്ചു. അമ്മിണിക്കുട്ടിക്ക് ഏറെ പ്രിയമായത് മാനുക്കുട്ടൻ എന്ന ജയറാം എന്ന സിനിമകളുടെ മുഖച്ഛായുള്ള ആളെയായിരുന്നു. 12 മണിക്ക് അല്പം കഴിഞ്ഞപ്പോൾ കല്യാണം വളരെ ഭംഗിയായി നടന്നു. ലോകത്തിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അതായിരുന്നു ബാലമ്മാമ. ഒരു പച്ചീറുകൾ പോലും കയ്യിൽ വയ്ക്കാതെ മഹാപ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്ന മഹാകർമ്മയോഗി. ഞാൻ നിർത്തുന്നു. ബാലമ്മാമയെക്കുറിച്ച് എത്ര എഴുതിയാലും തീരില്ല. ബാലമ്മാമയുടെ അന്ത്യം ദയനീയമായിരുന്നു. വൈകി വന്ന ഓർമ്മയുടെ കുറവ്, പെട്ടെന്ന് എഴുന്നേറ്റ് എങ്ങോട്ടെങ്കിലും പോവുക എന്നുള്ള സ്വഭാവം, ഒരു അനാവശ്യമായ നടത്തം, ഇതെല്ലാം അദ്ദേഹത്തെ രോഗിയാക്കി ഒരു മുറിയിൽ അടച്ചിടേണ്ടി വന്നു. ഒരിക്കൽ ഞാൻ കാണാൻ ചെന്നപ്പോൾ എന്നെ നോക്കി പറഞ്ഞു, ആ രാജനോ, വരൂ, നമുക്ക് കടമ്മനിട്ടിയുടെയും പ്രൊഫസർ വീരാൻകുട്ടിയുടെയും പുതിയ കവിതകളെക്കുറിച്ചൊന്ന് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. പക്ഷേ അതൊന്നും ഉണ്ടായില്ല, ഇനിയൊട്ടും ഉണ്ടാവുകയുമില്ല. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാം ഒരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നുവെന്നറിയിക്കുവാൻ ഒരു തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയുമുണ്ടാകുമെന്നറിയിക്കുവാൻ അടയിരുന്നതിൻ ചൂട് മാത്രം മതി. ഇതിലും ലളിതമായിട്ടെങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവിതത്തെ.